വേണ്ടേ തോന്നുന്നു അച്ഛൻ പറഞ്ഞ ഭയന്ന്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വേറൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ നമ്മൾ ഇന്ന് അച്ഛനും അമ്മയും തനിക്കുട്ടിയായിട്ട് നമ്മൾ ഓരോ സ്ഥലം വരെ പോവുകയാണ്. അതായത് പോകുന്നത് നമ്മുടെ ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മൾ തനിക്കുട്ടി ബീച്ചൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അവളെ കൊണ്ട് കാണിക്കാനുള്ള പരിപാടിയാണ്. ആദ്യം ഞാനും അമ്മയാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. കാരണം അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനത്തെ കുറച്ച് തിരക്കിലൊക്കെ ആയിട്ട് അച്ഛൻ അങ്ങനെ പോകാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് അച്ഛൻ്റെ ഒരു കോൾ ചെയ്യാൻ, അതായത് റെഡിയായി ഗേറ്റ് തുറന്നപ്പോഴത്തേന് അച്ഛനമ്മയ്ക്കൊരു കോൾ വരുന്നുണ്ട്, അച്ഛനും കൂടെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ തന്നെ കൊച്ചുമോളുള്ളതുകൊണ്ട് അച്ഛൻ വരും. കാരണം അതിനു മുമ്പേ നമ്മൾ വിളിച്ച അച്ഛനും വരൂല്ലെന്നായിരുന്നു. അപ്പോൾ കൊച്ചുമോളുള്ളതുകൊണ്ട് അച്ഛൻ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്നത്, നമ്മൾ സാധാരണ യൂഷ്വലി എപ്പോഴും പോകുന്നത് ശംഖുവം ബീച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാറ്റി പിടിക്കുകയാണ്. അതായത് നമ്മൾ തുമ്പ ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. തുമ്പ ബീച്ച് എങ്ങനെയാണ് നമുക്കറിയാമെന്ന് വെച്ചാൽ, ഒരിടയ്ക്ക് വെച്ച് നമ്മൾ ട്രിവാൻഡ്രത്ത് താമസിച്ച സമയത്ത് ഞാനും ശ്രീയും ഷിട്ടുമായിട്ട് 3-ാം വീട്ടിലായിരുന്നു നമ്മൾ അന്നേരം താമസിച്ചത്. ആ സമയത്ത് അങ്ങനെ ഷിട്ടുവിനെയും കൊണ്ട് ബീച്ചിൽ പോകണം എന്നൊക്കെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഗൂഗിളിലൊക്കെ എവിടെയൊക്കെ ബീച്ചുണ്ട്, അപ്പം യൂഷ്വലി എപ്പോഴും ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു അന്നേരം. എവിടെ ശംഖുമുഖത്ത്. അപ്പോൾ എവിടെയാണ് കൊണ്ടുപോകാൻ പറ്റണേ, കോവളത്ത് കൊണ്ടുപോയി, കോവളത്ത് കുറച്ച് ദൂരെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിന്നെ നമ്മൾ തുമ്പ ബീച്ചിൻ്റെ കാര്യം അറിയുന്നുണ്ട്. തുമ്പ ബീച്ചിൻ്റെ കാര്യം നമുക്ക് ഇതുവരെ ഒരു പിടി ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ തുമ്പ ബീച്ചിൽ ഷിട്ടുവിനെ കൊണ്ടുവരുന്നത്. ഇവിടെ ഒരുപാട് ഡോഗ്സിനെ ആ സമയത്ത് നമ്മൾ ചുറ്റൂനെ കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് ഡോഗ്സിനെയൊക്കെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ, കാണാറുണ്ട്. അതുപോലെ ഭയങ്കര കാമായിട്ടുള്ള ബീച്ചാണ്, ഒരുപാട് റഷൊന്നുമില്ല. നമ്മൾ ഷിട്ടുവിനെ സ്ഥിരമായി കൊണ്ടുവന്ന് തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ തുമ്പ ബീച്ചിൻ്റെ ഒരു ഫാനായി മാറിയത് കേട്ടോ. നല്ലൊരു ബീച്ചാണ്. നമ്മുടെ തനിക്കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. തനിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ആ കാറ്റുണ്ടല്ലോ, ബീച്ചിൽ ആ കാറ്റ് ഭയങ്കര നല്ല കാറ്റാണ്. അത് ഭയങ്കര അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മുടെ തുമ്പ ബീച്ചിൻ്റെ അടുത്താണ് മറ്റേ ഈ സൺഫ്ലവറിൻ്റെ ഒരു ഗാർഡനൊക്കെ വരുന്നത്. ഇങ്ങനെ ഫോട്ടോ ഞാൻ പോയിട്ടില്ല, ഇങ്ങനെ റീൽസിലൊക്കെ ഞാൻ കാണാറുണ്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അത് ഈ തുമ്പ ബീച്ചിൻ്റെ ഒക്കെ അടുത്താണെന്ന് തോന്നുന്നു, തുമ്പയിലാണ്. അങ്ങനെ നമ്മൾ ഒരുപാടധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയാണെങ്കിൽ ഇത് ഒരു മൂലയ്ക്ക് പോയി നിൽപ്പുണ്ട്. അമ്മയ്ക്ക് വെള്ളമൊക്കെ ഭയങ്കര പേടിയാണ്. എനിക്കും പൊതുവേ വെള്ളം പേടിയാണ്. പക്ഷേ ബീച്ചൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. നമ്മൾ അടിപൊളി രസമല്ലേ. അപ്പം അമ്മ ഇങ്ങനെ പേടിച്ചിപ്പുണ്ടായിരുന്നു. ആദ്യം തനിക്കുട്ടി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇറക്കിയപ്പോൾ തനിക്കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു. തനിക്കുട്ടി കരയാനൊക്കെ തുടങ്ങി. അപ്പം തന്നെ അമ്മ പൊക്കിക്കൊണ്ട് പോയി അവളെ കരഞ്ഞപ്പോൾ അമ്മ സെൻറ്റിമെൻറ്റ്സ് ആയപ്പം കൊണ്ടുപോയി, വേണ്ട കുഞ്ഞിനെ ഇറക്കണ്ട, നിങ്ങൾ രണ്ടുപേരും കൊണ്ട് കളിച്ചോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വെച്ചാൽ ഞാൻ വെച്ചാൽ അത് പറ്റത്തില്ലല്ലോ, എന്തായാലും അവൾ കൊണ്ടിറക്കിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ രണ്ടാമത് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കളിപ്പിച്ചപ്പോഴത്തേന് അവൾ സെറ്റായി കേട്ടോ. പിന്നെ അവൾ ആ ബീച്ചിൽ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എന്തൊക്കെ കാണിച്ചറിയോ തിരിച്ച് കൊണ്ടത്, ആകെ ബഹളം വെച്ച് കോളമായി കരഞ്ഞ് വിളിച്ച് കൂവിയാണ് തിരിച്ച് നമ്മൾ പോയത് കേട്ടോ. കുറേ അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഈ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം.
അങ്ങനെ നമ്മളിതേ നമ്മുടെ ബീച്ചിലെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ ആദ്യം തീരുമാനിച്ചത് നമ്മൾ ശംഖുമുഖത്തുള്ള അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്, പേരൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ അവിടെയാണ് പോകാൻ വേണ്ടിയിരുന്നത്. അവിടെ പോയപ്പോഴത്തേന് നല്ല തിരക്കായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് പോലും കാർ ഇടാനുള്ള സ്പേസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യം ഇങ്ങനെ കിടന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ വിചാരിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞ് നമ്മുടെ വെള്ളയമ്പലത്തുള്ള സാൽവ ടൈം നല്ല ഫുഡൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയത് അങ്ങോട്ടാണ് കേട്ടോ. അങ്ങോട്ട് പോയി നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ നിന്ന് കഴിക്കുന്നത് കേട്ടോ. നല്ല ഫുഡായിരുന്നു. ആദ്യം ഒരു ഡ്രാഗൺ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ നമ്മുടെ തനിക്കുട്ടി അലമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അവൾ റെസ്റ്റോറൻറ്റിൽ കയറി അലമ്പ് ഇങ്ങനെ കാണിച്ചിട്ടില്ല. ഭയങ്കര അലമ്പ് കാണിച്ച് എനിക്ക് നല്ല ദേഷ്യം വന്നു. എന്താ പറഞ്ഞുകൂടാ, ഭയങ്കര അലമ്പ് കാണിച്ചു. ഭയങ്കര കിടന്ന് വിളിയും. അവൾക്ക് ചൂട് സൂപ്പൊക്കെ അവൾക്ക് അന്നേരം തന്നെ വേണം കയ്യിലെടുക്കാനായിട്ട്. പിന്നെ ആകെ സീനാക്കി അവിടെ അവൾ. പിന്നെ അച്ഛൻ എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ഷേക്കും അച്ഛനും അമ്മയും വാട്ടർമെലൺ ജ്യൂസും കഴിച്ചു. പിന്നെ നമ്മൾ പൊറോട്ട മേടിച്ചു, ഡ്രാഗൺ ചിക്കൻ, പിന്നെ ഒരു ചിക്കൻ ഫ്രൈയോ അങ്ങനെ കൊണ്ടൊക്കെ മേടിച്ചു. നല്ലതായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ബീഫ് റോസ്റ്റ് മേടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇവളുടെ ഈ അലമ്പ് കാരണം ഞാൻ ഇത്രയും അലമ്പ് കാണിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. നമ്മുടെ ബീച്ച് ഡേ അടിപൊളിയായിരുന്നു, പക്ഷേ റെസ്റ്റോറൻറ്റ് ഫ്ലോപ്പായി പോയി. അപ്പോൾ നമുക്ക് വേറൊരു വ്ളോഗിൽ നമുക്ക് വേറൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.